ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിന്റെ ആദ്യത്തെ പാർട്ട് പഠിച്ചിരുന്നു. അതിൽ നമ്മൾ എക്സെപ്ഷൻസ് ഒക്കെ ആണ് പഠിച്ചത്. ഇനി നമ്മൾ ബാക്കി കുറേ അധികം ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പക്കയായിട്ട് സെറ്റ് ആക്കി എടുക്കും. ഓക്കെ, അപ്പം നമ്മുടെ ക്രാഷ് കോഴ്സ് ആണ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ക്രാഷ് കോഴ്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാം ആണ്. അപ്പം ഡിഗ്രി ലെവലിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇത് മൂന്നും കൂടെ 50 മാർക്കിന്റെ ടോപ്പിക്കാണ്. ഇതാണ് നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം, ഹി ഹാർഡ്ലി എവർ സ്പീക്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം. കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാനാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹി ഹാർഡ്ലി എവർ സ്പീക്സ്. അപ്പൊ ഇതിൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ആദ്യം നെഗറ്റീവ് വേർഡ്സ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. നെഗറ്റീവ് വേർഡ് ഉണ്ടോ? ഉണ്ട്. ഹാർഡ്ലി, സ്കേഴ്സ്ലി ഒക്കെ നെഗറ്റീവ് വേർഡ്സ് ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി തന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നേക്കുന്ന നെഗറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം, അല്ലേ? അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗിൽ ഇൻഡ് എന്ന് പറയുന്ന സംഭവം ഇനി ഉണ്ടാവത്തില്ല. ഇനി നമ്മൾ അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ ഫോർമാറ്റ് ഓക്സിലറി വെർബ് പ്ലസ് പ്രോനൗൺ പ്ലസ് ക്വസ്റ്റ്യൻ, ഇതാണ് നമ്മുടെ ഫോർമാറ്റ്, അല്ലേ? ഇനി നമ്മൾ ഓക്സിലറി വെർബ് കണ്ടുപിടിക്കണം. എന്താണ് ഓക്സിലറി വെർബ്? ഈ ഹാർഡ്ലി എവർ സ്പീക്സ്. അപ്പൊ ഇവിടെ സ്പീക്സ് എന്ന് പറയുന്ന ഒരു വെർബ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഓക്സിലറി വെർബ് തന്നിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇതിനകത്ത് വേറെ വെർബുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം കിടക്കുന്ന ആ ഒരു വേർഡിനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ എന്താണിത്? സ്പീക്സ് എന്ന് പറഞ്ഞാൽ ഡസ് പ്ലസ് സ്പീക്ക് എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ സ്പീക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡസ് പ്ലസ് സ്പീക്ക് ആണ്. അപ്പൊ നമ്മുടെ ഓക്സിലറി വെർബ് നമുക്ക് കിട്ടി ഡസ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡസ് എഴുതുക. സെന്റൻസ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ഇൻഡ് ചേർക്കണ്ട. ഇനി പ്രോനൗൺ എടുത്ത് എഴുതുക. പ്രോനൗൺ എന്താ? ഇവിടെ ഹി ആണ്. ഓക്കെ, അപ്പൊ എന്താ നമ്മുടെ ഉത്തരം? ഡസ് ഹി എഴുതിയിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദ്യം. യു വോണ്ട് ഫെയിൽ ദ എക്സാം. ഓക്കെ, യു വോണ്ട് ഫെയിൽ ദ എക്സാം കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്, ഇതാണ് കിടക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ ആദ്യം സെന്റൻസിനകത്ത് നെഗറ്റീവ് വേർഡ്സ് ഉണ്ടോ എന്ന് നോക്കുക. നെഗറ്റീവ് വേർഡ് ആണ് എന്തെന്ന് പറയുന്നത്? നോ, നോട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഇൻഡ് കൊടുത്തേക്കുന്നത്? എന്താണ്? വിൽ പ്ലസ് നോട്ട് ആണ്. വിൽ പ്ലസ് നോട്ട്, വിൽ നോട്ട് ആണ് ചേർത്ത് വോണ്ട് എന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ നോട്ട് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ സെന്റൻസ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവിലാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി വില്ലാണ് ഓക്സിലറി വെർബ്. അപ്പൊ വില്ല് എടുത്ത് എഴുതുക. നോട്ട് അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ പ്രോനൗൺ ആണ് എഴുതേണ്ടത്. പ്രോനൗൺ എന്താണ്? യു ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം വിൽ യു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത് മറ്റൊരു ചോദ്യം ഇതേ കണക്കാണ്. യു വുഡിന്റ് സ്റ്റോപ്പ് മീ. ഓക്കെ, യു വുഡിന്റ് സ്റ്റോപ്പ് മീ കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതിന്റെ ഉത്തരം എന്തായിട്ട് വരും? ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടെ എന്താണ്? നമ്മുടെ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ എന്താണ്? വുഡ് പ്ലസ് നോട്ട് ആണ് വുഡ് നോട്ട്. അപ്പൊ നമ്മുടെ ഓക്സിലറി വെർബ് വുഡ് ആണ്. നോട്ട് വന്നതുകൊണ്ട് ഇത് നെഗറ്റീവ് സെന്റൻസ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് എങ്ങനെ എഴുതാം? വുഡ്, നോട്ട് അവിടെ ഇനി ചേർക്കണ്ട, പ്ലസ് എന്താണ്? പ്രോനൗൺ ആയിട്ടുള്ള യു എഴുതുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? വുഡ് യു ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. സ്റ്റോപ്പ് ഡേ ഡ്രീമിങ്. ഓക്കെ, സ്റ്റോപ്പ് ഡേ ഡ്രീമിങ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് എന്ത് സെന്റൻസ് ആണ്? ഇത് നമ്മുടെ ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്, അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? പ്രോനൗൺ തന്നിട്ടില്ല. പ്രോനൗൺ ഇവിടെ തന്നിട്ടില്ല. നമ്മുടെ ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ഇമ്പരേറ്റീവ് സെന്റൻസ് വന്നാൽ നമ്മൾ എന്ത് എഴുതണം എന്നാണ് പഠിച്ചത്? ഇമ്പരേറ്റീവ് സെന്റൻസ് കണ്ടാൽ ധൈര്യമായിട്ട് നമുക്ക് വിൽ യു എന്ന് എഴുതാം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? ഇവിടെ വിൽ യു മാത്രമല്ല വുഡ് യു വേണമെങ്കിലും എഴുതാം കേട്ടോ. വിൽ യു അല്ലെങ്കിൽ വുഡ് യു എഴുതാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് പഠിച്ചു വെച്ചേക്കാം. ഇനി
ഡോണ്ട് സ്റ്റോപ്പ്. ഇനി അടുത്തൊരു ചോദ്യമാണ് ഡോണ്ട് സ്റ്റോപ്പ് സിംഗിങ്. ഓക്കെ, ഡോണ്ട് സ്റ്റോപ്പ് സിംഗിങ് ഇതും എന്ത് സെന്റൻസ് തന്നെയാണ്? ഇതും ഇമ്പരേറ്റീവ് സെന്റൻസ് തന്നെയാണ്. അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. ഇവിടെ ഡോണ്ട് വന്നു, നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പം ക്വസ്റ്റ്യൻ ടാഗിൽ എന്തെങ്കിലും മാറ്റം വരുമോ? ഒരു മാറ്റവും വരില്ല, വിൽ യു തന്നെയാണ് അവിടെയും വരിക കേട്ടോ. അപ്പം ഇമ്പരേറ്റീവ് സെന്റൻസ് വന്നാൽ വിൽ യു ആണ് ഉത്തരവായിട്ട് വരിക, അത് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യം നോക്കുകയാണ്. ഹി ഹാസ് ഗോട്ട് എ കാർ. ഓക്കെ, ഹി ഹാസ് ഗോട്ട് എ കാർ, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പം ഇതിൽ എന്താണ്? ഇവിടെ നമ്മുടെ ഓക്സിലറി വെർബ് എന്താണ്? ഹാസ് ആണ്. നമുക്കറിയാം ആദ്യം എഴുതേണ്ടത് ഓക്സിലറി വെർബ് ആണ്. ഇനി സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഇവിടെ നോട്ടോ നോയോ അങ്ങനെ നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല, അതുകൊണ്ട് സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആണെങ്കിൽ ഇതിന്റെ കൂടെ ഒരു ഇൻഡ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? പ്രോനൗൺ എടുത്ത് എഴുതുക. അപ്പൊ എന്താണ് നമ്മുടെ ഉത്തരം? ഹാസ് ഇൻഡ് ഹി എന്നാണ് ഉത്തരം വരിക. ഓക്കെ അല്ലേ? ഇനി ഐ ആം ലേറ്റ്. ഐ ആം ലേറ്റ്. ഐ ആം ലേറ്റ് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് എന്താണ് വരിക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഐ ആം വരുന്ന കേസ് അല്ലേ? അപ്പൊ ഐ ആം എന്ന് എഴുതുമ്പോൾ ഇവിടെ ആം ആണ് ഓക്സിലറി വെർബ്, പക്ഷെ ഇവിടെ സെന്റൻസ് പോസിറ്റീവ് ആണ്. നെഗറ്റീവ് വരുമ്പം ആം നോട്ട് എന്ന പ്രയോഗം വരത്തില്ല. അപ്പൊ എന്താണ് വരേണ്ടത്? ആറിന്റെ പ്രോനൗൺ ഇത് തന്നെയാണ്, ഐ തന്നെയാണ്. ആറിന്റെ ഐ ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, ഇനി നമ്മുടെ ഓപ്പൺ ദ ഡോർ. ഓപ്പൺ ദ ഡോർ എങ്ങനെയായിരിക്കും? നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. നമ്മുടെ ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ത് തന്നെ വന്നാലും ഓപ്പൺ ദ ഡോർ, കം ടു മൈ പാർട്ടി. ഓക്കെ, കം ടു മൈ പാർട്ടി ഇവിടെ എന്താണ്? പ്രോനൗൺ ഒന്നും ഇല്ല. ഓക്കെ, കം ടു മൈ പാർട്ടി, ഹാവ് എ കോഫി. ഇതൊക്കെ എന്താണ്? പ്രോനൗൺ ഇല്ലാത്ത ഇമ്പരേറ്റീവ് സെന്റൻസുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസുകൾ ഏതു തന്നെ വന്നാലും ഉത്തരം എന്തായിരിക്കും? വിൽ യു ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഏകദേശം പിടികിട്ടി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളും കൂടെ ചെയ്തു നോക്കാം. എങ്ങനെ വന്നാലും നിങ്ങൾ എഴുതണം. അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ മാക്സിമം ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. ദേ അറൈവ്ഡ് ഓൺ ടൈം. ഓക്കെ, ദേ അറൈവ്ഡ് ഓൺ ടൈം കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് എന്താണ് വരിക? ദേ അറൈവ്ഡ്. നമ്മൾ നേരത്തെ സ്പീക്സ് വന്നപ്പം എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്തത്? സ്പീക്സ് വന്നപ്പം ഡസ് പ്ലസ് സ്പീക്ക് എന്ന് സ്പ്ലിറ്റ് ചെയ്തില്ലേ? അത് കണക്ക് ഇവിടെ ഓക്സിലറി വെർബ് ഇല്ല. അവിടെ ഇവിടത്തെ ഉള്ളൂ, ഒരു വെർബേ തന്നിട്ടുള്ളൂ. അപ്പൊ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ വെർബിന്റെ രണ്ടാമത്തെ ഫോം ആണ്. അതായത് ഡിഡ് പ്ലസ് അറൈവ് ആണ് അവിടെ അറൈവ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓക്സിലറി വെർബ് ഏതാണ്? ഡിഡ് ആണ്. ഓക്കെ, ഏതാണ്? ഡിഡ് ആണ്. അപ്പൊ നമ്മൾ ഡിഡ് എടുത്ത് എഴുതി. ഇനി നോക്കുക, സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സെന്റൻസിനകത്ത് നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ സെന്റൻസ് പോസിറ്റീവ് ആണ്. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഉത്തരം ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ കൂടെ ഇൻഡ് എന്ന് ഇട്ട് കൊടുക്കണം. ഇനി അടുത്ത എന്താണ്? പ്രോനൗൺ. ദേയുടെ പ്രോനൗൺ എന്ത് തന്നെയാണ്? ദേ വന്നാൽ, ദേയിൽ തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ പ്രോനൗണും ദേ തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ ഡിഡിന്റെ ദേ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ദാറ്റ് വാസ് നോട്ട് ഈസി. ഓക്കെ, ദാറ്റ് വാസ് നോട്ട് ഈസി കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇവിടെ എന്താണ് നമ്മുടെ ഓക്സിലറി വെർബ്? വാസ് ആണ്. ഓക്കെ, വാസ് ആണ് ഓക്സിലറി വെർബ്. നോട്ട് വന്നേക്കുന്നത് കൊണ്ട് ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് അപ്പൊ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതായത് നോട്ട് ഒന്നും അവിടെ ചേർക്കണ്ട. ഇനി എന്താണ്? പ്രോനൗൺ ആണ് ഉപയോഗിക്കേണ്ടത്. ദാറ്റ് ആണ് പ്രോനൗൺ. ദാറ്റ് പ്രോനൗൺ ആയിട്ട് വന്നാൽ ഒരു സെന്റൻസ് ദാറ്റിൽ തുടങ്ങുകയാണെങ്കിൽ ഇവിടെ പ്രോനൗൺ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഇറ്റ് ആണ്. ദാറ്റ് വന്നാൽ ഇറ്റ് ആയിരിക്കും. അപ്പൊ എന്താ ഉത്തരം? വാസ് ഇറ്റ്. എന്താണ്? വാസ് ഇറ്റ് ആണ് ഉത്തരവായിട്ട് വരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത് ദോസിൽ തുടങ്ങുന്ന ഒരു സെന്റൻസ് ആണ്. ദോസ് വെയർ നോട്ട് ആപ്പിൾസ്. ഓക്കെ, ദോസ് വെയർ നോട്ട്സ് ആപ്പിൾസ് എന്നതാണ് സെന്റൻസ്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ഓക്സിലറി വെർബ് നമുക്ക് നേരിട്ട് തന്നെ കിട്ടും. ഏതാണ്? വെയർ ആണ്. നോട്ട് എന്ന് പറയുന്നത് സെന്റൻസിൽ ഉള്ളത് കൊണ്ട് ഇത് നെഗറ്റീവ് സെന്റൻസ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും.
പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നോട്ട് എന്നോടെ ഉപയോഗിക്കേണ്ട എന്നേ ഉള്ളൂ. അപ്പൊ വേർ എടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രോനൗൺ കണ്ടുപിടിക്കണം. ദോസ് വന്നാൽ പ്രോനൗൺ എന്തായിരിക്കും? ദോസ് വന്നാൽ പ്രോനൗൺ ദേ ആയിരിക്കും കേട്ടോ. അപ്പൊ എന്താണ്? വെയർ ദേ. ദോസ് വന്നാൽ ദേ ആയിരിക്കും പ്രോനൗൺ ആയിട്ട് വരിക. ഓക്കെ. ഇനി അടുത്തത് വണ്ണിൽ തുടങ്ങുന്ന ഒരു സെന്റൻസ്. വൺ മസ്റ്റ് വർക്ക് ഹാർഡ്. ഓക്കെ, വൺ മസ്റ്റ് വർക്ക് ഹാർഡ് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ വണ്ണിൽ തുടങ്ങുന്ന ഒരു സെന്റൻസ് ആണ് മസ്റ്റ്. മസ്റ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ഓക്സിലറി വെർബ്. അപ്പൊ എന്താണ്? സെന്റൻസിലെ നോട്ട് അങ്ങനത്തെ സാധനമൊന്നുമില്ല. അതായത് സെന്റൻസ് പോസിറ്റീവ് ആണ്. നമുക്ക് വരേണ്ട ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് ആണ് എഴുതേണ്ടത്. നമുക്ക് ഓക്സിലറി വെർബ് അറിയാം, ഏതാണ്? മസ്റ്റ് ആണ്. നെഗറ്റീവ് ആക്കി എന്തിട്ട് കൊടുക്കണം? ഇൻഡ് ഇട്ട് കൊടുക്കണം. അപ്പൊ മസ്റ്റ് ഇൻഡ്. ഇനി എന്താണ്? പ്രോനൗൺ. വണ്ണിൽ തുടങ്ങുന്നതാണെങ്കിൽ വണ്ണ് തന്നെയായിരിക്കും പ്രോനൗൺ ആയിട്ട് വരിക. അപ്പൊ എന്താണ് ഉത്തരം? മസ്റ്റ് ഇൻഡ് വൺ ആണ് ഉത്തരവായിട്ട് വരിക. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നത്തിങ് ഈസ് ഈസി. നത്തിങ് ഈസ് ഈസി. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ടാഗിന് ചോദിച്ചേക്കുന്ന സെന്റൻസ്. എങ്ങനെ എഴുതും? നത്തിങ് ഈസ് ഈസി. അപ്പൊ നമുക്കറിയാം ഈ സെന്റൻസിൽ നത്തിങ് വന്നു. നത്തിങ് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? സെന്റൻസ് നെഗറ്റീവ് ആണ് അല്ലെ? നത്തിങ്, നോബഡി, അതൊക്കെ നമ്മൾ നെഗറ്റീവ് വേർഡ്സിൽ പഠിച്ചതാണ്. അപ്പൊ നത്തിങ് നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആണ് ആക്കേണ്ടത്. ഇവിടെ ഓക്സിലറി വെർബ് എന്താ കിടക്കുന്നത്? ഈസ് ആണ് കിടക്കുന്നത്. അപ്പൊ നെഗറ്റീവ് അല്ലാത്തതുകൊണ്ട് ഇവിടെ ഇൻഡ് ഒന്നും ചേർക്കണ്ട. അപ്പൊ ഈസ് ഓക്കെ. ഇനി നത്തിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ നത്തിങ് ഒരു സാധനത്തിനെ അല്ലേ, ഒന്നും എളുപ്പമല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഇറ്റ് ആണ് കേട്ടോ. ഈസ് ഇറ്റ് എന്നാണ് കൊടുക്കേണ്ടത്. അതൊരു സാധനമായിട്ട് അങ്ങ് വിചാരിക്കുക, എന്നിട്ട് ഇറ്റ് എന്നങ്ങ് കൊടുത്തേക്കുക. ഓക്കെ. ഇനി നമ്മുടെ ലെറ്റസ് നമ്മൾ പഠിച്ചു. ലെറ്റസിൽ എന്ത് സെന്റൻസ് തുടങ്ങിയാലും ക്വസ്റ്റ്യൻ ടാഗ് ഷാൽ ബി ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇനി ചോദ്യം തുടങ്ങുന്നത് ലെറ്റ് മീ ആണെങ്കിലോ? ലെറ്റ് മീയിൽ തുടങ്ങുന്നതാണെങ്കിൽ എന്തായിരിക്കും ഉത്തരമായിട്ട് വരിക? ലെറ്റ് മീ ആണെങ്കിൽ വിൽ യു അല്ലെങ്കിൽ ഷാൾ ഐയും വരാം കേട്ടോ. വിൽ യു അല്ലെങ്കിൽ ഷാൾ ഐ വരാം. ലെറ്റസ് ആണെങ്കിൽ ഷാൽ വി മാത്രമാണ്, ഷാൽ വി ആണ്. ഇനി ലെറ്റ് മീ ആണെങ്കിൽ വിൽ യു അല്ലെങ്കിൽ ഷാൾ ഐ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗായിട്ട് വരിക. ആ വേർഡ് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഇത് കണ്ടാൽ എന്തായിരിക്കും വരിക? ഇതിലേതെങ്കിലും ഒരെണ്ണം ആയിരിക്കും വരിക. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അടുത്ത നമ്മൾ യൂസ്ഡ് ടുവിന്റെ ഒരെണ്ണം പഠിക്കുകയാണ്. യൂസ്ഡ് ടു എന്ന് പറയുന്ന ഒരു ആക്സിലറി വെർബ് ഉണ്ട്. അപ്പൊ ഹി യൂസ്ഡ് ടു പ്ലേ എന്ന് കിടക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ സെന്റൻസ്. ഇവിടെ കുറെ ആളുകൾക്ക് തെറ്റിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ യൂസ്ഡ് കണ്ടിട്ട് ഇത് വെർബ് ആണെന്ന് തെറ്റിദ്ധരിക്കും. യൂസ്ഡ് V2 ഫോം ആണെന്ന് വിചാരിക്കും. ഡിഡ് പ്ലസ് യൂസ് ഒക്കെ ആണെന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി വയ്ക്കും. പൊട്ട തെറ്റാണ്. യൂസ്ഡ് ടു എന്ന് പറയുന്ന ഒരു ഓക്സിലറി വെർബ് ഉണ്ട്. ഓക്കെ, യൂസ്ഡ് ടുവിൽ തുടങ്ങുന്ന യൂസ്ഡ് ടു എന്ന് പറയുന്ന ഒരു ഓക്സിലറി വെർബ് ഉണ്ട്. അപ്പൊ ഇവിടെ ഈ യൂസ്ഡ് ടു വന്നാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ഡിഡിന്റെ ഹി ആയിരിക്കും കേട്ടോ. ഡിഡിന്റെ ഹി ആയിരിക്കും. പിന്നെ നമ്മൾ ഇത് ചെയ്യുന്നവർക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്താലും ഉത്തരം കറക്റ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, യൂസ്ഡ് ആയതുകൊണ്ട് നമ്മൾ ഡിഡ് എഴുതും അല്ലെ? ഡിഡ് പ്ലസ് യൂസ് എന്ന് എഴുതും. അപ്പൊ ഇവിടെ ഡിഡ് കിട്ടും. ഡിഡ് സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഇൻഡ് ഇട്ട് കൊടുക്കും. ഇവിടെ ഹി ഉണ്ടായതുകൊണ്ട് ഹി എഴുതും. അപ്പൊ അത് തെറ്റാനുള്ള സാധ്യതയൊന്നുമില്ല. എന്നാലും മനസ്സിലാക്കുക, യൂസ്ഡ് ടു എന്ന് പറയുന്ന ഒരു ഓക്സിലറി വെർബ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ്, അങ്ങനെ ഒരു ഓക്സിലറി വെർബ് വരുന്ന കേസിൽ ഡിഡിന്റെ ഹി മാത്രമേ അവിടെ വരത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നെക്സ്റ്റ് ചോദ്യം സം ഓഫ് അസ് വരുന്ന കേസ്. ഓക്കെ, സം ഓഫ് അസ് അല്ലെങ്കിൽ എന്താണ് നൺ ഓഫ് അസ് ഇതൊക്കെ ഒരു സെന്റൻസിൽ വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുന്ന പ്രോനൗൺ ഏതായിരിക്കും? വി ആയിരിക്കും കേട്ടോ. എന്താണ്? സം ഓഫ് അസ്, നൺ ഓഫ് അസ് ഇതൊക്കെ ക്വസ്റ്റ്യൻ ടാഗിൽ വരികയാണെങ്കിൽ, ആ ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിന്റെ പ്രോനൗൺ എന്തായിരിക്കും? വി ആയിരിക്കും. ഓക്കെ, ഇനി സം ഓഫ് ദം എന്നോ സം ഓഫ് ദം അല്ല, നൺ ഓഫ് ദം. ഓക്കെ, നൺ ഓഫ് ദം, സം ഓഫ് ദം, നൺ ഓഫ് ദം എന്നിവ ഒരു സെന്റൻസിൽ വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിന്റെ പ്രോനൗൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദേ ആയിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ സം ഓഫ് അസ് വരികയാണെങ്കിൽ വി ആണ്, ദം വരികയാണെങ്കിൽ ദേ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഹാവിന്റെ ഒരു കേസാണ് കേട്ടോ.
ഹാവ് വരുന്ന കേസിൽ ചെറിയൊരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. ഹി ഈറ്റ്സ് ആൻ ആപ്പിൾ. ഇത് കണ്ടാൽ നമുക്കറിയാം ഇത് കഴിക്കുന്ന, ആപ്പിൾ കഴിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പൊ ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ എഴുതുമ്പോൾ നമുക്ക് ഇത് എളുപ്പമാണ്. ഈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡസ് പ്ലസ് ഈറ്റ് എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഡസ് ക്വസ്റ്റ്യൻ ടാഗിൽ ഡസ് എഴുതുക. പിന്നെന്താണ്, പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് ഇൻഡ് ഇട്ട് കൊടുക്കുക. ഹി അത് കണക്ക് പ്രോനൗൺ ആയതുകൊണ്ട് എടുത്തിട്ട് കൊടുക്കുക. ഓക്കെ ആണ്. ഇനി ഒരു ചോദ്യം, ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഇതും കഴിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താണ്, ഹാവ് ആണ് കഴിച്ചു എന്ന് പറയുന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചേക്കുന്നത് അല്ലെ. കഴിച്ചോ എന്നൊരു അർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഹാവിനെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് വരിക, ഇവിടെ ക്വസ്റ്റ്യൻ ടാഗായിട്ട് ഡൂനും എന്താണ്, സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് അവിടെ എന്താണ്, സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇൻഡ് ഇട്ട് കൊടുക്കുക. ഡോണ്ട് ഐ കേട്ടോ, ഡോണ്ട് ഐ ആണ് ഇവിടെ വരിക. അപ്പൊ എന്താണ്, കഴിച്ചു എന്നൊരർത്ഥത്തിൽ, കഴിക്കുന്നു എന്നൊരർത്ഥത്തിൽ ഹാവ് വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ഡോണ്ട് ഐ ആയിരിക്കും. ഐ പ്രോനൗൺ അനുസരിച്ച് മാറും കേട്ടോ. ഓക്കെ, അപ്പൊ അത് നോക്കിയാൽ മതി. ഐ ഹാവ്, ഹാവിന്റെ അവിടെ ഐ വരത്തോളൂ. അപ്പൊ എന്താണ്, ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഡോണ്ട് ഐ ആയിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരിക. ഇനി ഷീ ഹാഡ് ലഞ്ച്. ഓക്കെ, ഷീ ഹാഡ് ലഞ്ച്, ഇത് എന്തർത്ഥത്തിൽ തന്നെയാണ്, ഇതും കഴിച്ചു എന്ന അർത്ഥത്തിൽ തന്നെയാണ്. അവിടെ ഹാവ് അല്ലെ, ഹാവിന്റെ മറ്റൊരു ഫോം ആണ് ഹാഡ് അല്ലെ. അപ്പൊ ഇവിടെ എന്താ വരിക, ഇവിടെ അതിന്റെ രണ്ടാമത്തെ ഫോം എടുത്താൽ മതി. ഹാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഡ് പ്ലസ് ഹാവ് അല്ലേ, ഡിഡ് പ്ലസ് ഹാവ് ആണ് ഹാഡ്. അപ്പൊ എന്താണ്, ഡോണ്ട് ഷീ. ഓക്കെ, സോറി, ഡിഡിൻഡ് ഷീ ആണ്, ഡോണ്ട് ഷീ അല്ല, ഡിഡിൻഡ് ഷീ ആണ് ഉത്തരമായിട്ട് വരിക. ഏതാണോ ഇവിടെ ഏത് ഫോമാണോ കിടക്കുന്നത് അതിനനുസരിച്ച് ഇവിടെ മാറ്റം വരുത്തുക. ഇവിടെ V1 ഫോം ആയതുകൊണ്ട് ഡോണ്ട് ഐ വന്നു. അടുത്ത് എന്താണ്, ഹാഡ് ആയതുകൊണ്ട് ഇവിടെ എന്താണ്, ഡിഡിൻഡ്. V2 ഫോം ആയതുകൊണ്ട് ഡിഡിൻഡ് ഷീ എന്ന് വന്നു. ഇവിടെ ഹാസ് ആയിരുന്നെങ്കിലോ, ഷീ ഹാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഹാസിന്റെ ഷീ വരും കേട്ടോ. ഷീ ഹാസ് എന്ന് പറഞ്ഞാൽ ഷീ ഹാസ് എ കാർ. ഓക്കെ, ജസ്റ്റ് ഫുഡിന്റെ കാര്യമല്ല, അല്ല ഞാൻ പറയാണ്. 1 സെക്കൻഡ്, ഞാൻ ഇതൊന്നും വായിച്ചാലട്ടെ. ഷീ ഹാസ് എ കാർ, ഷീ ഹാസ് എ കാർ, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇവിടെ എന്താണ്, ഇവിടെ കഴിച്ചു എന്ന അർത്ഥത്തിലല്ല. അപ്പൊ ഇവിടുത്തെ ഓക്സിലറി വെർബ് ഹാസ് തന്നെയാണ്. ഓക്കെ, സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ആക്കാൻ ഇൻഡ് ഇട്ട് കൊടുക്കുക. പ്രോനൗൺ ഏതാണ്, ഷീ ആണ്. അപ്പൊ ഹാസിന്റെ ഷീ തന്നെയാണ് വരിക. ഓക്കെ, ഐ ഹാവ് എ പെറ്റ് എന്ന് പറയുന്നു. ഐ ഹാവ് എ പെറ്റ്, ഇതും കഴിച്ചു എന്ന അർത്ഥത്തിലല്ല. കഴിച്ചു എന്ന അർത്ഥത്തിൽ വന്നാൽ മാത്രമാണ് നമ്മൾ ഡു ഫോംസ് അവിടെ ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യുക. അല്ലാത്ത എല്ലാത്തിലും ഹാസ് എ ഹാവ് ഒക്കെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരിക. അപ്പൊ ഐ ഹാവ് എ പെറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എനിക്കൊരു പെറ്റ് ഉണ്ടെന്നേ ഉള്ളൂ, കഴിച്ചു എന്നല്ല പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്താണ്, ഹാവ് സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ ഇൻഡ് ഇട്ട് കൊടുക്കണം. ഹാവിന്റെ ഐ ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരിക. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം. അടുത്തത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, ഇമ്പരേറ്റീവ് സെന്റൻസ് വന്നാൽ എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്? വിൽ യു ആയിരിക്കും. വിൽ യു ആയിരിക്കും എപ്പോഴും വരിക എന്ന് നമ്മൾ പറഞ്ഞു. ചില സാഹചര്യത്തിൽ വുഡ് യു വരും, അത് ഓപ്ഷൻ നോക്കി എഴുതിയാൽ മതി. വിൽ യു ഇല്ലെങ്കിൽ വുഡ് യു തന്നെയായിരിക്കും. ഓക്കെ, എന്നാൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു. ഓക്കെ, ഒരു എമർജൻസി സിറ്റുവേഷൻ, സാധാരണ ഒരു ഇമ്പരേറ്റീവ് സെന്റൻസ് അല്ല, എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ വിൽ യു അല്ല യൂസ് ചെയ്യേണ്ടത്, വോണ്ട് യു ആണ് കേട്ടോ. ഏതാണ്? വോണ്ട് യു ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഇമ്പരേറ്റീവ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നിടത്ത് എമർജൻസി സിറ്റുവേഷൻ ചെയ്യില്ലേ എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ വോണ്ട് യു ആണ് എന്ത് വരിക, എമർജൻസി സിറ്റുവേഷനിൽ വരിക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്ലീസ് ഹെൽപ്പ് മീ ടു എസ്കേപ്പ്. ഇവിടുന്ന് രക്ഷപ്പെടാൻ സഹായിക്കുമോ? അത്ര എമർജൻസി സിറ്റുവേഷൻ ആണ്. അപ്പൊ അവിടെ എന്താണ്, അവിടെ വിൽ യു അല്ല, വോണ്ട് യു ആണ് വരേണ്ടത്. ഓക്കെ, അടുത്തത് ഷട്ട് അപ്പ്. ഷട്ട് അപ്പ്. ഓക്കെ, ഷട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും ഷട്ട് അപ്പ് എന്ന് പറയുമ്പോൾ ഇതെന്താണ്, ഒരു ഇംപേഷ്യൻസ് ആണ് അല്ലെ. ഇംപേഷ്യൻസ് ഉള്ള കാര്യങ്ങളിൽ അവിടെ വോണ്ട് യു അല്ല യൂസ് ചെയ്യേണ്ടത് കേട്ടോ. എമർജൻസി വന്നാൽ വോണ്ട് യു ആണ്. ഇംപേഷ്യൻസ് ഉള്ള കാര്യത്തിലാണെങ്കിൽ അവിടെ വിൽ യു അല്ല, എന്താണ്, കാണ്ട് യു ആണ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ 3 ഡിഫറൻസസ് ഉണ്ട്, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇമ്പരേറ്റീവ് സെന്റൻസ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇമ്പരേറ്റീവ് സെന്റൻസ്
കോമൺ ആയിട്ട് എല്ലായിടത്തും നമ്മൾ വിൽ യു ആണ് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഇമ്പരേറ്റീവ് സെന്റൻസിൽ എമർജൻസി കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ അവിടെ വോണ്ട് യു ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, വോണ്ട് യു ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇംപേഷ്യൻസ്, ഓക്കെ, അത്രയും ദേഷ്യത്തോടെയൊക്കെ ഉള്ളൊരു കാര്യമാണ്. ഇംപേഷ്യൻസ് ആണെങ്കിൽ അവിടെ കാണ്ട് യു വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സാധാരണ ഒരു ഇമ്പരേറ്റീവ് സെന്റൻസ് ഒരാൾ പറയുമ്പോഴത്തേക്ക് ചെയ്യില്ലേ എന്നായിരിക്കും ചോദിക്കുക. എന്നാൽ എമർജൻസി ആണെങ്കിൽ ഇപ്പൊ ചെയ്യാൻ പറ്റില്ലേ എന്നൊരു രീതിയിലാണ് ചോദിക്കുക. ഓക്കെ, ചെയ്യൂലേ എന്നൊരു ആദ്യം ചെയ്യുമോ എന്ന് ചോദിക്കും, പിന്നെ ചെയ്യില്ലേ അല്ലേ. എമർജൻസി ആകുമ്പോൾ ഇത് ചെയ്യത്തില്ലേ എന്ന് നമ്മൾ ചോദിക്കുന്ന രീതിയിലൊക്കെ മനസ്സിലാക്കുക. അടുത്ത എന്താണ് ഇംപേഷ്യൻസ്, നിന്നെ കൊണ്ട് പറ്റൂലടാ എന്ന് ചോദിക്കത്തില്ലേ, അതാണ് കാര്യം. അപ്പൊ കാണ്ട് യു, കഴിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ എമർജൻസി സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു പ്ലീസ് ഹെൽപ്പ് മീ ടു എസ്കേപ്പ് വെച്ച് പറഞ്ഞു. ഇനി ഇംപേഷ്യൻസ് എന്താണ്? ഷട്ടപ്പ് പറയുന്നു. ഷട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇംപേഷ്യൻസ് ഉള്ള ഒരു സെന്റൻസ് ആണ്. അപ്പൊ ഇവിടെ എന്താണ്? ഷട്ടപ്പ്, നിന്നെ കൊണ്ടൊന്നും മിണ്ടാതിരിക്കാൻ പറ്റൂലടാ എന്ന് ചോദിക്കത്തില്ലേ. അപ്പൊ കാണ്ട് യു, ഇവിടെ എന്താണ്? കാണ്ട് യു ആണ് വരേണ്ടത്. ഇനി സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ് വന്നാൽ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരിക? സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്, ഇതും ഇംപേഷ്യൻസ് ആണ്. അപ്പൊ ഇവിടെ എന്താണ് വരേണ്ടത്? കാണ്ട് യു ആണ് വരേണ്ടത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മുടെ നീഡ് വരുന്നൊരു കാര്യം കൂടെ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, നീഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നീഡ് എന്ന് പറയുന്നത് ഒരു വെർബും ആണ്. അതേപോലെ തന്നെ നീഡ് എന്ന് പറയുന്ന ഒരു ഓക്സിലറി വെർബും ഉണ്ട്. ഓക്കെ, ഓക്സിലറി വെർബും ഉണ്ട്, മനസ്സിലാക്കാം. അപ്പൊ ഹീ നീഡിന്റെ കം എന്ന് കിടക്കുകയാണ്. ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ഹീ നീഡിന്റെ കം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്? ഇത് നീഡാണ് ഓക്സിലറി വെർബ് കേട്ടോ. നീഡിന്റെ കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിലറി വെർബ് നീഡാണ്. അവിടെ ഇൻഡ് വന്നത് കൊണ്ട് സെന്റൻസ് നെഗറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് അപ്പം പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ നമ്മൾ അവിടെ ഇൻഡ് ചേർക്കണ്ട. ഇനി പ്രോനൗൺ എടുത്ത് എഴുതുക, എന്താണ്? ഹീ ആണ്. ഓക്കെ, ഇനി അടുത്തൊരു സെന്റൻസ് കൂടെ ഞാൻ പറയാം, എന്നിട്ട് ഡിഫറൻസ് പറഞ്ഞുതരാം. ഐ നീഡ് ഹിസ് പ്രസൻസ്. ഇവിടെ എന്താണ് നീഡ്? ഇവിടെ ഓക്സിലറി വെർബ് അല്ല, ഇവിടെ വെറും വെർബാണ് കേട്ടോ. ഇവിടെ വെർബായിട്ടാണ് നീഡിനെ കൊടുത്തേക്കുന്നത്, ഇവിടെ ഓക്സിലറി വെർബായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ ഉത്തരം എന്താണ്? ഇവിടെ നീഡ് വെർബാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഡു പ്ലസ് നീഡാണ് കിടക്കുന്നത് അല്ലെ. ഫസ്റ്റ് ഫോം ആണ്, V1 ഫോം ആണ്, എസ് വന്നിട്ടില്ലാത്തതുകൊണ്ട് ഡു ഫോം ആണ്. അപ്പൊ ഡു സെന്റൻസ് നെഗറ്റീവ് ആക്കണം, സെന്റൻസ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിനെ നെഗറ്റീവ് ആക്കണം. അപ്പൊ ഡോണ്ട് വരും. ഐ ആണ് പ്രോനൗൺ, അപ്പൊ ഐ അതേടെ കീഴ ഡോണ്ട് ഐ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ രണ്ടിടത്ത് നീഡ് വന്നു അല്ലെ, പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ നീഡ് ഉപയോഗിച്ചു, ഇവിടെ നീഡ് ഉപയോഗിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ്? ഇവിടെ ഓക്സിലറി വെർബായിട്ടാണ് നീഡിനെ എടുത്തേക്കുന്നത്, ഇവിടെ വെർബായിട്ടാണ് എടുത്തേക്കുന്നത്. ഇത് എങ്ങനെ മനസ്സിലാക്കും? ഓക്കെ, എങ്ങനെ മനസ്സിലാക്കും എന്ന് പറഞ്ഞാൽ അതാ ഇവിടെ നീഡ് കഴിഞ്ഞിട്ട് ഇവിടെ കമ്മ് കിടക്കുന്നുണ്ടോ? അതായത് ഇവിടെ വേറൊരു വെർബ് ഓൾറെഡി ഉണ്ട്, പക്ഷെ ഇവിടെ എന്താണ്? വെർബ് വേറെ ഇല്ല അല്ലെ. ഇവിടെ പിന്നെ നൗൺ ആണ് കിടക്കുന്നത്, നൗൺ ഫോം ആണ് കിടക്കുന്നത്, വെർബ് ഫോം അല്ല. അപ്പൊ എന്താണ്? നീഡിനെ ഓക്സിലറി വെർബായിട്ട് എടുക്കുന്ന കാര്യത്തില് അവിടെ മറ്റൊരു വെർബ് ഉണ്ടായിരിക്കും. നീഡിനെ എന്താണ് മെയിൻ ഓക്സിലറി വെർബായിട്ട് എടുക്കാത്തടുത്ത് എന്താണ്? ഓക്സിലറി വെർബായിട്ട് എടുക്കാത്തടുത്ത് മറ്റൊരു വെർബ് ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? നീഡും കമ്മും വന്നിട്ടുള്ളതുകൊണ്ട് ഇവിടെ നീഡ് എന്തായിരിക്കും? ഓക്സിലറി വെർബായിരിക്കും എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ക്ലിയർ അല്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞുതരാം. നീഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെർബും ഉണ്ട്, അതുപോലെ ഓക്സിലറി വെർബും ഉണ്ട്, നീഡ് എന്ന് തന്നെ പേരില്. അപ്പൊ ഒരു സെന്റൻസ്, അതായത് ഹീ നീഡിന്റെ കം. ഓക്കെ, ഹീ നീഡിന്റെ കം, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞൊരു സെന്റൻസും ഉണ്ട്. ഐ നീഡ് ഹിസ് പ്രസൻസ്. ഓക്കെ, ഇങ്ങനെ രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഓക്കെ, ഇങ്ങനെ രണ്ട് ചോദ്യങ്ങളുള്ള സാഹചര്യത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ കിടക്കുന്ന നീഡ് വെർബാണോ ഓക്സിലറി വെർബാണോ എന്ന് കണ്ടുപിടിക്കാം. അപ്പം വെർബാണ്, ഓക്സിലറി വെർബാണെങ്കിൽ ആ സെന്റൻസിൽ വേറൊരു വെർബ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഓക്സിലറി വെർബ് ആയതുകൊണ്ടാണ് ഇവിടെ കം എന്ന് പറഞ്ഞ മറ്റൊരു വേർഡ് വന്നത്. അപ്പൊ ഓക്സിലറി വെർബ് ആണെങ്കിൽ നമ്മുടെ അവിടെ നീഡിനെ തന്നെയാണ് ഓക്സിലറി വെർബായിട്ട് എടുക്കേണ്ടത്. ഈ സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട്
നമ്മൾ എന്താണ് ഇവിടെ നോട്ട് ഉപയോഗിക്കേണ്ട, ഇവിടെ നെഗറ്റീവ് അല്ലായിരുന്നെങ്കിൽ നമ്മുടെ അവിടെ നോട്ട് ഉപയോഗിക്കണമായിരുന്നു. ഓക്കെ, ഇനി അടുത്ത എന്താണ് പ്രോനൗൺ എടുത്ത് എഴുതുക ഹി, നീഡ്, ഹി. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ രണ്ടാമത്തെ കേസിൽ ഇവിടെ വേറെ വെർബ് ഇല്ല, അതായത് ഇത് നീഡാണ് ഇവിടെ വെർബായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. നീഡ് വെർബ് ആണെങ്കിൽ നീഡ് എന്ന് പറഞ്ഞാൽ വെർബിന്റെ ഒന്നാമത്തെ ഫോം ആണ്, ഡു പ്ലസ് നീഡ് ആണ് നീഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓക്സിലറി വെർബ് ഏതാണ്? അവിടെ ഡു ആണ് ഓക്സിലറി വെർബ്. സെന്റൻസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് ആക്കാൻ ഇൻഡ് ചേർത്തു. പ്രോനൗൺ ഏതാണ്? ഐ ആണ്, ഐ എടുത്ത് എഴുതി. ഇത്രയേ ഉള്ളൂ കാര്യം, സിമ്പിൾ ആണ്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ടിപ്സ് നോക്കാം. ക്വസ്റ്റ്യൻ ടാഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ എപ്പോഴും PSC ചോദിക്കുന്ന ചില ഏരിയാസ് ഒരു ടിപ്പായിട്ട് നമുക്ക് നോക്കാം. ഐ വിഷ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു സെന്റൻസ് കണ്ടാൽ ഐ വിഷ് ഐ. ഓക്കെ, ഐ വിഷ് ഐ ഡാഷ് സ്വിമ്മിങ് എന്നാണ് കിടക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോയുടെ ഏത് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്? ഐ വിഷ് ഐ നോ ആണോ, ഐ നോസ് ആണോ, ഐ ന്യൂ ആണോ, ഐ നോയിങ് ആണോ, ഏതാണ്? അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഐ വിഷ് എന്ന് പറഞ്ഞൊരു സെന്റൻസ് തുടങ്ങുകയാണെങ്കിൽ ഐ വിഷിന് ശേഷം എപ്പോഴും V2 ഫോമേ വരത്തുള്ളൂ കേട്ടോ. ഐ വിഷിന് ശേഷം എപ്പോഴും V2 ഫോമേ വരത്തുള്ളൂ എന്ന് പഠിക്കുക. അപ്പൊ നോ എന്ന് പറഞ്ഞേക്കുന്ന സംഭവത്തിന്റെ ഏത് ഫോമാണ്? ന്യൂഡ്. ഏതാണ്? ന്യൂ ആണ് കേട്ടോ, ന്യൂ ആണ് കേട്ടോ. ഏതാണ്? ന്യൂ ആണ്. ഐ വിഷ് ഐ ന്യൂ, ഐ നോ ഐ ന്യൂ ആണ് രണ്ടാമത്തെ ഫോം. അപ്പൊ ഐ വിഷ് ഐ ന്യൂ സ്വിമ്മിങ് ആണ് ഉത്തരവായിട്ട് വരിക. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ എഗ്രിയിൽ തുടങ്ങുന്ന എന്തെങ്കിലും സംഭവം വന്നാൽ എഗ്രി ഡാഷ് ഏതെങ്കിലും ഒരു പേഴ്സന്റെ പേരാണ്. അപ്പൊ എഗ്രി ഡാഷ് പേഴ്സൺ. അപ്പൊ ഇവിടെ എന്ത് പ്രിപ്പോസിഷൻ ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് ചിലപ്പം ചോദ്യം വരാം. എഗ്രി ഡാഷ് പേഴ്സൺ, എഗ്രി ഡാഷ് സംതിങ്. ഏതെങ്കിലും ഒരു സാധനമാണ് തന്നേക്കുന്നെങ്കിൽ ഓക്കെ, എഗ്രി എന്താണ് എന്തെങ്കിലും ഒരു സാധനം തന്നിട്ട് അതിന്റെ മുന്നിൽ ഒരു ഡാഷ് ഇട്ടേക്കാണ്, അല്ലെങ്കിൽ എഗ്രി കഴിഞ്ഞിട്ട് അടുത്തൊരു ഡാഷ് ഇട്ടിട്ട് എന്താണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ഏത് പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? എല്ലാത്തിന്റെ ഫ്രണ്ടിൽ എഗ്രി കാണും, നടുക്കൊരു ഡാഷ് കാണും, അപ്പുറത്ത് ഒരു വ്യക്തിയാണെങ്കിൽ എഗ്രി വിത്ത് ആണ് കേട്ടോ. അപ്പൊ എന്താണ്? എഗ്രിയുടെ അപ്പുറത്തൊരു ഡാഷ്, അതിനുശേഷം ഒരു പേഴ്സണെയാണ് തന്നേക്കുന്നെങ്കിൽ ഇവിടെ വിത്ത് ആണ് വരേണ്ടത്. ഓക്കെ അല്ലേ? ഇനി എഗ്രി ഡാഷ് സംതിങ് ആണെങ്കിൽ എന്താണ്? എഗ്രി ടു സംതിങ് എന്നാണ് കേട്ടോ, എഗ്രി ടു സംതിങ്. ഇനി എഗ്രി ഡാഷ് ടേംസ് ആൻഡ് കണ്ടീഷൻ ആണെങ്കിൽ എന്താണ്? എഗ്രി ഓൺ ടേംസ് ആൻഡ് കണ്ടീഷൻ. അപ്പൊ ഇത് കാണാതെ പഠിച്ചേക്കുക. എഗ്രി വിത്ത് പേഴ്സൺ, എഗ്രി ടു സംതിങ്, എഗ്രി ഓൺ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പഠിച്ചു വെച്ചേക്കുക. എഗ്രി വിത്ത് പേഴ്സൺ, എഗ്രി ടു സംതിങ്, എഗ്രി ഓൺ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇതുപോലെ നമുക്ക് ഡൈയുടെയും കൂടെ പഠിച്ചു വെക്കാം. ഡൈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈയും PSC ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഡൈയിൽ തുടങ്ങും, നടുക്ക് പ്രിപ്പോസിഷൻ എഴുതാൻ വരും. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും മാറ്റം. ആ മാറ്റം വെച്ചിട്ട് വേണം നമ്മൾ അവിടുത്തെ പ്രിപ്പോസിഷൻ കണ്ടുപിടിക്കാൻ. ഡൈ ഡാഷ് ഡിസീസ്. ഓക്കെ, ഡൈ ഡാഷ് ഡിസീസ് അല്ലെങ്കിൽ ഓൾഡ് ഏജ് എന്ന് കിടക്കുകയാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു ഡിസീസിന്റെ പേരോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് എന്നാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ ഡൈ ഡാഷ് ഇട്ടിട്ട് ആക്സിഡന്റ് എന്ന് കിടക്കുന്നു. ഡൈ ഡാഷ് ആക്സിഡന്റ്. അടുത്ത ഡൈ ഡാഷ് എന്താണ്? അവോയ്ഡബിൾ റീസൺ. ഇങ്ങനെ ആയിരിക്കില്ല സെന്റൻസ് വരിക. അവോയ്ഡബിൾ റീസൺ എന്തെങ്കിലും ആയിരിക്കും അവിടെ കാണുക. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒഴിവാക്കാൻ പറ്റുമായിരുന്ന ഒരു സാഹചര്യം. ഓക്കെ, ആ ഒരു സാഹചര്യമാണ് അവിടെ കിടക്കുന്നതെങ്കിൽ. അടുത്ത എന്താണ്? ഡൈ ഡാഷ് കോസ്. എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് മരിച്ചത്. അല്ലെങ്കിൽ ഡൈ ഡാഷ് ഓഫ് സൂയിസൈഡ് ചെയ്തിട്ടാണ്. ഓക്കെ, സൂയിസൈഡ് ചെയ്തിട്ടാണ് മരിച്ചത്. അല്ലെങ്കിൽ ഡൈ ഡാഷ് എന്താണ്? ഒരു ഒബ്ജക്റ്റ് കാരണം, ഒരു കത്തി ഉപയോഗിച്ച് മരിച്ചത്, അല്ലെങ്കിൽ എന്തൊരു സാധനം കാരണമാണ് മരിച്ചത്. ഇത്രയും രീതിയിൽ ഡൈയുടെ ചോദ്യങ്ങൾ വരും. അപ്പൊ നമ്മളിവിടെ ഏത് പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് അതാണ് പഠിക്കേണ്ടത്. അപ്പൊ ഡൈക്ക് ശേഷം ഡാഷ് ഇട്ടിട്ട് ഒരു ഡിസീസിന്റെ പേരോ ഓൾഡ് ഏജോ തന്നേക്കുകയാണെങ്കിൽ അവിടെ എന്താണ് വരേണ്ടത്? ഡൈ ഓഫ് ആണ് കേട്ടോ. ഡൈ ഓഫ് ഡിസീസ്, ഡൈ ഓഫ് ഓൾഡ് ഏജ്, അങ്ങനെ തന്നെ പറഞ്ഞു പിടിക്കുക. ഡൈ ഓഫ് ഡിസീസ്, ഡൈ ഓഫ് ഓൾഡ് ഏജ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഡൈ ഇൻ ആക്സിഡന്റ്. എന്താണ്? ഡൈ ഇൻ ആക്സിഡന്റ്. ഡൈ ഓഫ് ഡിസീസ്, ഡൈ ഓഫ് ഓൾഡ് ഏജ്, ഡൈ ഇൻ ആക്സിഡന്റ്. ഓക്കെ, ഇനി ഡൈ ഫ്രം അവോയ്ഡബിൾ റീസൺ. ഓക്കെ അല്ലേ? അപ്പൊ ഡൈ ഓഫ് ഡിസീസ്,
die of old age, die in accident, die from avoidable reason. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? die for cause. എന്താണ്? die for a cause. a cause കാണും കേട്ടോ, ഏതെങ്കിലും ഒരു കാര്യം അവിടെ കാണും. അപ്പൊ die for a cause. ഓക്കെ, die for a cause. അടുത്ത എന്താണ്? die by suicide. die by suicide. die by suicide. അപ്പൊ എന്താണ്? die of disease, die of old age, die in accident, die from avoidable reason, die for a cause, die by suicide. ഇനി എന്താണ്? die with object. എന്താണ്? die with object. ഇത് കാണാതെ പഠിച്ചു വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാനും മറക്കണ്ട. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് തീർന്നിട്ടുണ്ട്. കുറച്ച് വൊക്കാബുലറി നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് ആണ്. വൊക്കാബുലറി എന്ന് പറയാൻ പറ്റൂല, പ്രിപ്പോസിഷൻ ആണ്. പ്രിപ്പോസിഷൻ നമ്മൾ കുറച്ച് നോക്കിയിട്ടുണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ പറഞ്ഞു പഠിക്കുക. റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണത്. അപ്പം ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.